വിമർശിച്ചവരുടെ വായടപ്പിച്ചുകൊണ്ട് കണ്ണീരിനെ കാൽക്കരുത്താക്കി മാറ്റി ആ സുൽത്താൻ ഒടുവിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. അതെ, പരിക്കിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് 981 ദിവസങ്ങൾക്ക് ശേഷം ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ലോകകപ്പ് വേദിയിലേക്ക് വീണ്ടും കാൽ വെച്ചിരിക്കുന്നു. മിയാമിയിലെ ഗ്യാലറിയെ സാക്ഷി നിർത്തി സ്കോട്ട്ലൻഡിനെതിരെയായ മത്സരത്തിന്റെ 76-ാം മിനിറ്റിലാണ് ആ ചരിത്ര നിമിഷം പിറന്നത്. മാത്യൂസ് കുഞ്ഞയ്ക്ക് പകരക്കാരനായി 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് നെയ്മർ മൈതാനത്തേക്ക് ഓടിക്കയറുമ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആർത്തു വിളിക്കുകയായിരുന്നു. പരുക്കിന്റെ പേരിൽ സ്വന്തം രാജ്യത്തിന്റെ പ്രസിഡന്റിൽ നിന്ന് വരെ കടുത്ത വിമർശനങ്ങളാണ് നെയ്മർക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ ആ വിമർശനങ്ങൾക്കെല്ലാം കളിമുറ്റത്താണ് താരം മറുപടി നൽകിയത്. 4-ാം ലോകകപ്പിനായി മഞ്ഞക്കുപ്പായത്തിലിറങ്ങിയ താരം വൈകാരികമായാണ് ഈ മടങ്ങിവരവിനെ സ്വീകരിച്ചത്. മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറികൾ തകർത്തത്. കളിയുടെ തുടക്കം മുതൽ തന്നെ ബ്രസീൽ ആധിപത്യം പുലർത്തി. 7-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിലൂടെ ബ്രസീൽ ആദ്യ വെടി പൊട്ടിച്ചു. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ വിനീഷ്യസ് തന്റെ 2-ാം ഗോളും നേടി ബ്രസീലിന്റെ ലീഡ് 2-ആക്കി ഉയർത്തി. 2-ാം പകുതിയിൽ ബ്രൂണോ ഗിമാറസിന്റെ അസിസ്റ്റിൽ മാത്യൂസ് കുഞ്ഞയും വല കുലുക്കിയതോടെ ബ്രസീലിന്റെ വിജയം പൂർത്തിയായി. കളിക്കളത്തിലിറങ്ങി വെറും 13 മിനിറ്റുകൾ മാത്രമാണ് നെയ്മർക്ക് ലഭിച്ചതെങ്കിലും വിനീഷ്യസുമായി ചേർന്ന് 3 മനോഹരമായ അവസരങ്ങളാണ് താരം സൃഷ്ടിച്ചത്. പഴയ വേഗതയും കൃത്യതയും ഒട്ടും ചോർന്നു പോയിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു നെയ്മറിന്റെ ഓരോ ടച്ചുകളും. 6-ാം ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ട് കുതിക്കുന്ന ബ്രസീൽ പടയ്ക്ക് നെയ്മറിന്റെ ഈ മടങ്ങിവരവ് ആത്മവിശ്വാസം ചെറുതല്ല. സുൽത്താന്റെ സിംഹാസനം ഇപ്പോഴും ഭദ്രമാണ്. പരുക്കുകൾക്ക് നെയ്മറെ തളർത്താനാകില്ലെന്ന് ഈ മടങ്ങിവരവ് അടിവരയിടുന്നു.